ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും പിണക്കൊക്കെ മാറി വരുന്നുണ്ട്. തല്ലുകൂട്ടത്തിൻ്റെ ശക്തിയൊക്കെ ഇത്തിരി കുറഞ്ഞു വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ വന്ന ശേഷം എന്നും രാവിലെ മിക്കവാറും ദിവസങ്ങളിൽ വിക്രത്തിന് ചായയായിട്ട് വേദയാണ് ചെല്ലുന്നത്. അങ്ങനെ പതിവ് പോലെ വേദയെ കാത്ത് വിക്രം രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ വിക്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, തന്നെ ഇന്നും വന്ന് വിളിച്ചുണർത്തണയാണല്ലോ, ഇവിടെ കാണുന്നില്ലല്ലോ, എവിടെ പോയാവോ വേദാളെന്ന് മനസ്സിൽ വിചാരിച്ച് വിക്രം കുറേ നേരം കട്ടിലുമ്പോൾ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ടും വേദയെ കാണുന്നില്ല. ഇവൾക്ക് എന്തു പറ്റി, ഇവളെ കാണുന്നില്ലല്ലോ എന്നുള്ള ഇതിൽ വിക്രം വാതിൽ തുറന്ന് പുറത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ചെന്ന് ചുറ്റുപാട് ഒന്ന് വീക്ഷിച്ച് നോക്കി, അവിടെ ഒന്നും വേദയെ കാണുന്നില്ല. അപ്പം നന്ദിനിയടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്, ചോദിക്കാൻ പറ്റില്ലല്ലോ. ഒന്നും മിണ്ടാണ്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ഒന്നും നോക്കി, വേദേനെ കാണുന്നില്ല. ഇവളെവിടെ പോയി, ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ആരോടാ ചോദിക്കുക? അമ്മേനെയോ ശ്രീചേട്ടത്തെയോ കാണാമായിരുന്നെങ്കിൽ എന്തെങ്കിലും ചോദിക്കാമായിരുന്നു. നന്ദിനിയടുത്തോട് ചോദിക്കണതിലും ഭേദം മിണ്ടാതിരിക്കുക എന്നുള്ള ഇതിൽ നമ്മുടെ വിക്രം നേരെ വന്ന് ഉമ്മർത്ത് വന്ന് അവിടെ തിണ്ണേമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവളെ എവിടെ പോയി കാണും എന്നിങ്ങനെ ആലോചിച്ച് നമ്മുടെ വേദയെ ഇങ്ങനെ എവിടേക്കാണാവോ എന്നുള്ള ധാരണയിൽ വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ്. വേദന ഓർത്ത് ഇവളെവിടേക്കാണ് പോയത്, തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള ഇതിൽ വിക്രം വേദനയെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.